ഇന്ന് നമ്മൾ കേരളത്തിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ തീരുമ്പോൾ എന്നെ പിടിച്ച് ജയിലിനകത്താക്കില്ല എന്ന്. നമ്പർ 1 ഒരു കഫയാണ്. നമ്മൾ ഇന്ന് അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടും. ഈ കാണുന്ന ബ്രോയിന്റെ ആണ് ആ കഫ. ഈ 2-3 പേര് പാർട്ണർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു കഫയാണ്. പുള്ളിയുടെ സമ്മതത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവന്മാര് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് പിടിച്ചിടിക്കോ ഇല്ലേ എന്ന് കണ്ടു തന്നെ അറിയും. ഇടിക്കുമായിരിക്കും. നോക്കാം. ഓക്കെ. ഇതുപോലെ മാന്യമായി ആ കഫയിൽ പോയി ഒരു ബർഗർ ഓർഡർ ചെയ്ത് ആ ഓർഡർ ചെയ്ത ബർഗർ കഴിച്ചിട്ട് പൈസ കൊടുക്കാറാവുമ്പോൾ ഇറങ്ങി ഓടണം. ഇതായിരുന്നു എന്റെ പ്ലാൻ. ആ കടാപ്പുറത്ത് നിന്ന് ബർഗർ ഞാൻ ആസ്വദിച്ച് കഴിച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരക്കില്ലായിരുന്ന കടയിൽ കഴിച്ച് തീരാറായപ്പോൾ ഒരു കൂട്ടം പിള്ളേർ വന്നു. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ കള്ള ലക്ഷണം മുഴുവനും എൻ്റെ മുഖത്തറിയാം. ഞാനിതാ ഓരോ സ്റ്റെപ്പ് ബാക്കിലോട്ട് വച്ചിട്ട് ഓടാനായിട്ട് തുടങ്ങുകയാണ്. എനിക്കാണെങ്കിൽ ആ കടപ്പുറത്ത് ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പാടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ വീഡിയോയ്ക്ക് ഞാൻ പോലും അറിയാതെ, ക്യാമറാമാൻ പോലും അറിയാതെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഫോണിന്റെ സ്റ്റോറേജ് തീർന്നതാണ്. അതുകൊണ്ട് ഇവർ പിടിച്ചുകൊണ്ട് വന്നതും വഴക്ക് പറഞ്ഞതും ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല. അപ്പൊ തന്നെ ഉള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്. നല്ല എഫേർട്ട് ഇട്ട ക്യാമറാമാനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ക്യാമറ ഇങ്ങനെ ഇല്ല, അത് ലാസ്റ്റ് പറഞ്ഞ വീഡിയോ തീർന്നേടാ. കൊടുക്കണ്ടേ വീഡിയോ ഇടുന്നുണ്ടോ? ഇതിന്റെ ഇടയിൽ വേറൊരു പ്രശ്നവും കൂടി നടന്നു. എന്നെ പിടിച്ചുകൊണ്ട് വന്നതിന്റെ ഇടയിൽ എന്റെ നമ്പർ 2 ലുലു മാളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആഹാരങ്ങൾ പൊട്ടിച്ച് കഴിക്കും. എന്ത് പറയണേ? അപ്പറാങ്കിൾ എടുക്കുക. അപ്പറാങ്കിൾ ഫോൺ അവള് തള്ളിക്കൊണ്ടുവരുന്നതിന്റെ തറയിൽ വയ്ക്കുക. ഇത് പറയണേ, നമ്മളെ ഫോൺ എവിടെ വയ്ക്കട്ടാ എടുത്തേ. കുറെ നേരത്തെ അലച്ചിലിന് ശേഷം ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തു. എന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റായ ഓറിയോ. ഒരുപാട് ആൾക്കാർക്ക് അവിടെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപാട് സെക്യൂരിറ്റി വന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അത് മര്യാദയ്ക്കല്ല. അവരെ സാധനം എന്തോ നമ്മൾ പിടിച്ചു വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു സംസാരം. കഴിച്ച ബിസ്ക്കറ്റിന്റെ കവർ ആരും അറിയാതെ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഈ ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കള്ള ലക്ഷണവും ഇല്ലെന്ന് മുഖത്ത്. ലക്ഷണങ്ങളേ ഇല്ല, എഴുതി വെച്ചിട്ടുണ്ട് മുഖത്ത് കള്ളൻ. നമ്പർ 3 ആംബുലൻസിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവർ വിളിക്കാൻ പോകുകയാണ്. വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഞാൻ ലൊക്കേഷൻ അയച്ചു തരട്ടോ, വരുമോ അങ്ങോട്ട്? ഓക്കെ ബ്രോ, എമർജൻസിയാണ്. വിളിച്ച് വിത്തിൻ 5 മിനിറ്റ്സ് അവർ എത്രയും ഫാസ്റ്റ് ആയിട്ട് ആംബുലൻസ് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് മാത്രമല്ല, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആംബുലൻസ് കയറാൻ പോകുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ആംബുലൻസിന് ഇത്രയും വൃത്തി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് പോലുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഒരുപാട് ഓക്വേർഡ്നെസ് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ ചോദിച്ചു തുടങ്ങി. ചേട്ടാ, ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? ഇതിലിപ്പം VLS ആണ്, ഓക്സിജൻ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരു ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര പിന്നകത്ത് എത്തും? ലൊക്കേഷൻ അനുസരിച്ച് ഇരിക്കും. ഇപ്പൊ അടുത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ എത്തും. ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ആ സ്പോട്ടിൽ അനുസരിച്ച് നമ്മൾ സ്ഥലത്തുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ആംബുലൻസിന്റെ അടുത്ത് നമ്മളുണ്ട്, നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് ആണ് പറയുന്നത്. എവിടെയാണ് ചേട്ടൻ്റെ ഹബ്ബ്? എവിടെയാണ്? വെള്ളംകോടാണ്. സേവാഭാരതി ഓഫീസാണ്. സേവാഭാരതിയിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഓക്കെ. നന്ദു, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതിന്റെയൊക്കെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ നിങ്ങൾക്ക് കിട്ടുന്നത്? സാലറി ആണോ അതോ വണ്ടി വാടകയാണോ? സാലറി, വണ്ടി വാടക, നിങ്ങൾക്ക് കൊണ്ടുവരാൻ എത്ര ചെലവുണ്ട്, നിങ്ങൾ ഇതിലോട്ട് എത്തിയതിന്റെ ഒരു
ബാക്ക് സ്റ്റോറി എന്താണ്? നിങ്ങൾ എങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ആയി? ആംബുലൻസ് ഡ്രൈവർ ആയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിലോട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആംബുലൻസ് ഓടണമെന്ന്. അത് നടപ്പാവും എന്നുള്ള കാര്യം വിചാരിച്ചില്ലായിരുന്നു. ഞാൻ പുറത്തുനിന്ന് വന്ന ജോലിയില്ലാതെ നിന്ന സമയത്തായിരുന്നു നമ്മൾ സേവാഭാരതിയിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഒരു കോൾ വരുന്നത്. ഒരു വേക്കൻസി ഉണ്ട്, കയറാൻ പോകുന്നു കേട്ടു. ഞാൻ പോകുന്നു. അങ്ങനെ ഒരു ഇപ്പോൾ ഒരു 5 കൊല്ലമായി സേവാഭാരതിയുടെ കീഴിൽ തന്നെയാണ് ഞാൻ ഡ്രൈവറായിട്ട്. ഇവിടെയും മെഡിക്കൽ കോളേജ് മെയിൻ ഓഫീസുണ്ട് ജില്ലയിലാണ്. ഞാൻ അവിടെയും ഉണ്ടായിരുന്നു. ഇവിടെ നേരെ മെഡിക്കലിൽ പോയി, മെഡിക്കൽ കോളേജിൽ. അവിടെ ഒരു 3-4 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലം, 1.5 കൊല്ലം ആവുള്ളൂ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഈ വണ്ടിയിലെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണത് സേവാഭാരതിയാണ്? സേവാഭാരതിയാണ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ. എനിക്ക് സാലറി ഫിക്സഡ് ഓടിയിലും 5000 രൂപ ഉണ്ട്. പിന്നെ 120 ഓട്ടത്തിന്റെ കമ്മീഷൻ. 1000 രൂപ 200. അങ്ങനെ അവസാനം എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. ഒരാൾക്ക് അപകടം നടന്ന ടൈമിൽ നിങ്ങൾ അവിടെ പാഞ്ഞെത്തി അവരെ രക്ഷിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫീൽ എന്താണെന്ന്. കാരണം നമ്മളെ വിളിച്ച് നമ്മൾ ഓടി എത്തും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അവർ നമ്മളെ വിളിക്കുന്നത്. നമ്മളെ വിളിച്ച് നമ്മൾ ആ സ്പോട്ടിൽ എത്തും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. ആ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ കൊണ്ടുപോയി ആൾക്കൊരു കുഴപ്പമില്ല, ആൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ കൂടെ ഉള്ളവരെ ഭാര്യയോ മക്കളോ ഭർത്താവോ അവരെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. അത് മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുന്നോട്ടുള്ള ഓട്ടപ്പാച്ചിലേക്ക്. രാവിലെ എണീറ്റ് ഉറക്കം എണീറ്റിട്ട് ഇതിനകത്തോട്ട് വരാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അതിൽ നിന്നാണല്ലോ കേട്ടത്. അത് ഉറങ്ങാൻ അതൊക്കെ അങ്ങനെ ഉറക്കവും ഉറക്കവും ഒന്നും നോക്കണ്ടേ. ഇത് നീക്കുമ്പോഴത്തേക്ക് കഴിച്ച് ഉറങ്ങി. ഞാൻ മിനിങ്ങന്ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇറങ്ങി. ഞായറാഴ്ച വൈകുന്നേരം 10 മണിക്കാണ് തിരിച്ച് കയറുന്നത് രാത്രി. അന്ന് ഊണില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു, പല്ലി വെച്ചിട്ട് കുളിച്ചിട്ട് ഒന്നുമില്ല. നമ്മൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആക്സിഡന്റ് നടന്നു. അതിനോടൊന്നും പോയത് 3 വണ്ടിയാണ് പോയത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ആകാശ്. ഹായ്. ഈ ആകാശ് ബ്രോയ്ക്ക് ഒരുപാട് നന്ദി കൊടുത്തേ പറ്റും. നമുക്ക് വീഡിയോ എടുത്ത് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചതിനും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആത്മാർത്ഥതയുള്ള ജോലിയുടെ പേരിലായാലും ആകാശ് ബ്രോയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു ആംബുലൻസ് എക്സ്പീരിയൻസ്? ഇതിനു മുമ്പ് കയറിയിട്ടുണ്ടോ? ആംബുലൻസിൽ ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടില്ല. പോലീസ് വണ്ടിയിൽ ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്. അതൊരിക്കലും എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആംബുലൻസിലെ എക്സ്പീരിയൻസ് തന്നെ. പിന്നെ ആംബുലൻസ് കാണുന്ന ഇങ്ങനെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടല്ലേ പോണത്. ഇപ്പൊ ജലദോഷം ആയതുകൊണ്ടായിരിക്കും വ്യത്യാസം കാണിക്കാത്തത്. പക്ഷെ ആംബുലൻസ് നല്ല ക്ലീനും നല്ല മണവും വൃത്തിയായിട്ട് സൂക്ഷിച്ച് കിടക്കുന്നത്. പിന്നെ നമ്മൾ വിളിച്ചോടനെ അങ്ങനെ എത്തി. പ്രത്യേകതയാണ് അത്. ആ പുള്ളിക്കാരൻ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ടാണ് ആ വണ്ടി അങ്ങനെ ഇരിക്കും. വിളിച്ച് 5 മിനിറ്റ് മുമ്പ് എത്തിയില്ലേ അങ്ങനെ? 5 മിനിറ്റ് ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? 5 മിനിറ്റ് ആയില്ല. വിളിച്ച് ഒരു 2-3 മിനിറ്റ് തന്നെ നമ്മൾ ദൂരെ നിന്ന് കണ്ടത് പറഞ്ഞത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ആരും മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ വീഡിയോ എടുക്കാനും ആംബുലൻസ് വിളിക്കാനും പൊട്ടിച്ച് സാധനങ്ങൾ തിന്നാനും വിത്ത് പെർമിഷനും ബില്ലും ഒക്കെ അടിച്ചിട്ടാണ് ഓരോന്ന് ചെയ്തത്. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലീഗലിയാണ് ഇല്ലീഗൽ ആക്ടിവിറ്റികൾ ചെയ്തത്. ബൈ ബൈ.